ഏകദേശം 30,000 ഹെക്ടർ കൃഷിയിടം നികത്തപ്പെട്ടിട്ടുണ്ട്. ആരാ ഉത്തരവാദി? തദ്ദേശീയരായ ജനങ്ങൾ. പക്ഷെ അവരുടെ ചിന്തയിൽ തെഹ്റാനിൽ വീഴുന്ന ബോംബും പൗരത്വവും CAA-യും മോദിയുടെ വർഗീയതയും പിണറായി വിജയന്റെ മാസപ്പടിയും ഒക്കെ നിറച്ച് നമ്മള് ചുറ്റിലും കാണുന്ന കൺമുൻപിലുള്ള കാഴ്ചകൾ മറയ്ക്കപ്പെടുന്നു. കേരളത്തിലെ ജനകീയ സമരങ്ങളിൽ കഴിയാവുന്ന രൂപത്തിൽ സഹകരിച്ചിരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അടിസ്ഥാനപരമായി ഞാൻ കർഷകനാണ്. എൻ്റെ പേര് വർഗീസ് തൊടുപറമ്പ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കേരളം ഇനി ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ വിഷയം അല്ലെങ്കിൽ കേരളത്തിലെ ജനകീയ സമരങ്ങൾ കൃത്യമായി കാണാതെ പോകുന്ന ഒരു വിഷയം അന്തർനദീജല കരാറുകളാണ്. കേരളത്തിൽ ഒരുപക്ഷെ അത്തരമൊരു മൂവ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജനമുന്നേറ്റം ഉണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ കൂടുതൽ നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ആർക്കെതിരെയുമുള്ള ആരോപണമല്ല, ആത്മവിമർശനപരമായ ഒരു അറിവാണ്. അന്തർ സംസ്ഥാന നദീജല കരാറുകളിൽ പാലക്കാട് ഇരുന്നു കൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ 67 വർഷമായി ചതിക്കപ്പെടുന്ന ഒരു കരാറ് ചിറ്റൂരുകാരനായ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രി ഈ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അന്തിമ അഭിലാഷം പറമ്പിക്കുളം ആളിയാർ കരാർ പുതുക്കണം എന്നതാണ്. ഒരുപക്ഷെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പാലക്കാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ സ്വന്തമായ ഒരു വ്യക്തിത്വവും സ്വന്തമായ ഒരു അധികാര സ്ഥാനവും സ്വന്തമായ ഒരു പ്രസ്ഥാനവും ഉള്ള വ്യക്തിയായിരുന്നു കെ കൃഷ്ണൻകുട്ടി. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒടുവിലത്തെ ആഗ്രഹം പറമ്പിക്കുളം ആളിയാർ കരാർ പുതുക്കണം എന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. 2 മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അന്തർ സംസ്ഥാന നദീജല കരാറായ പറമ്പിക്കുളം ആളിയാർ കരാർ, ഞാൻ പറഞ്ഞു വരുന്നത് ഭാരതപ്പുഴയുടെ കാര്യമാണ്. എല്ലാവരും ഭാരതപ്പുഴ മലിനീകരിക്കുന്നതിനെ കുറിച്ച് പറയും, എല്ലാവരും ഭാരതപ്പുഴയിലെ തടയണകളെ കുറിച്ച് പറയും, എല്ലാവരും ഭാരതപ്പുഴയിലെ മണലെടുപ്പിനെ കുറിച്ച് പറയും, എല്ലാവരും ഭാരതപ്പുഴയുടെ കയ്യേറ്റത്തെ കുറിച്ച് പറയും. പക്ഷെ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് ഒറ്റ മാർഗമേയുള്ളൂ: ഭാരതപ്പുഴയിൽ വെള്ളം ഒഴുകുക. ഭാരതപ്പുഴയിൽ വെള്ളം ഒഴുകണമെന്ന് കേരളത്തിനകത്തും പുറത്തുമായി 67 സംഘടനകൾ ഭാരതപ്പുഴയുടെ പുനർജീവനത്തിനായി പ്രവർത്തിക്കുന്നുണ്ട്. അവയിൽ പലതും പല സംഭാവനകളും സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ അവരാരും ഭാരതപ്പുഴയിൽ വെള്ളം ഒഴുകണം എന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞുവല്ലോ നേരത്തെ, ഇത് ആരോപണമല്ല, ആത്മവിമർശനപരമായ ഒരറിവാണ്. ഭാരതപ്പുഴയിൽ എന്തുകൊണ്ട് വെള്ളം ഒഴുകാതായി? 1958 മുൻകാല പ്രാബല്യത്തോടെ 1971 അച്യുതമേനോൻ സർക്കാർ ഒപ്പുവെച്ച പറമ്പിക്കുളം ആളിയാർ കരാർ 30 വർഷത്തിൽ അത് പുതുക്കണം എന്നാണ് കരാറിലുള്ളത്. ആ കരാർ പുതുക്കേണ്ടിയിരുന്നത് 58 മുൻകാല പ്രാബല്യം കൊടുത്തതുകൊണ്ട് 87 പുതുക്കേണ്ടിയിരുന്നു. അന്ന് സഖാവ് നായനാരുടെ മന്ത്രിസഭ ആ കാര്യത്തിൽ ഒന്നും ചെയ്തില്ല. ആ കരാർ പിന്നെ എന്ന് വേണമെങ്കിലും പുതുക്കാം. പക്ഷെ പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരാണെങ്കിലും മറ്റു സർക്കാരുകളും പറഞ്ഞത് അടുത്ത 30 വർഷം എത്തുമ്പോൾ പുതുക്കാമെന്നാ. എന്ന് പറഞ്ഞാൽ 60 വർഷം എത്തുമ്പോൾ. 60 വർഷം എത്തുമ്പോൾ എപ്പോഴാ? 2017 പിണറായി മന്ത്രിസഭ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ അച്യുതമേനോൻ ഒപ്പുവെച്ച കരാറ്, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ നായനാർ പുതുക്കേണ്ടിയിരുന്ന കരാറ്,
2014 പിണറായി വിജയൻ സർക്കാർ പുതുക്കേണ്ടിയിരുന്ന കരാറ് ഇപ്പോൾ 17 കഴിഞ്ഞ് 25 എത്തുമ്പോൾ 68 വർഷമാകുന്നു. കേരളം ചതിക്കപ്പെടുന്നു. 1996 നേരത്തെ പറഞ്ഞ അതേ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ ഉന്നയിച്ച ഒരു സബ്മിഷന്റെ ഭാഗമായി അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി TM ജേക്കബ് അവതരിപ്പിച്ച പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമസഭാ സമിതിയെ നിയോഗിക്കുന്നു ഈ കരാർ പുനരവലോകനം ചെയ്യാൻ. ആ നിയമസഭാ സമിതി കെ കൃഷ്ണൻകുട്ടി, കല്ലടി മുഹമ്മദ്, AV ഗോപിനാഥ്, VC കബീർ തുടങ്ങിയവരൊക്കെ ആ നിയമസഭാ സമിതിയിൽ അംഗങ്ങളായിരുന്നു. അങ്ങനെ 11 നിയമസഭാ അംഗങ്ങളായ നിയമസഭാ സമിതി കേരള നിയമസഭയുടെ മുൻപിൽ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ റിപ്പോർട്ട് നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ചു. ആ റിപ്പോർട്ടിലെ പ്രധാന പരാമർശം പറമ്പിക്കുളം ആളിയാർ കരാറിന് നിയമസാധുതയില്ല എന്നാണ്. എന്നിട്ട് ഇപ്പോഴും 96 നിയമസഭ ഏകകണ്ഠമായി അവതരിപ്പിച്ചിട്ടും ഇപ്പോഴും ആ കരാറിന്റെ കീഴിലുള്ള 2.5 TMCക്കും 7 TMCക്കും വേണ്ടി നമ്മൾ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ കേരള സംസ്ഥാനത്തിന്റെ ജലവിഭവങ്ങളെ കുറിച്ചുള്ള സർക്കാർ രേഖയിൽ ഭാരതപ്പുഴയിൽ 322 TMC വെള്ളം എഴുതുന്നു എന്ന് പറയുന്നു. ഒരു കരാറും പുതുക്കേണ്ടതില്ല. കാവേരി ട്രിബ്യൂണൽ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞു നദിയുടെ അവകാശം, കാവേരി നദിയുടെ അവകാശം 10% എന്ന് സുപ്രീം കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 14 TMC വെള്ളം കാവേരി പുഴയുടെ അവകാശമായി സുപ്രീം കോടതി അനുവദിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ സുപ്രീം കോടതി വിധി ഭാരതപ്പുഴയുടെ കാര്യത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ മറ്റൊരു കരാറും പുതുക്കണ്ട, ഒരു കരാറും വേണ്ട. 322 TMCയുടെ 10% എന്ന് പറഞ്ഞാൽ 32 TMC ആണ്. ആ വെള്ളം എഴുതിയാൽ ഭാരതപ്പുഴയിലെ കയ്യേറ്റമില്ലാതാകും, ഭാരതപ്പുഴയിലെ മലിനീകരണമില്ലാതാകും, ഭാരതപ്പുഴയിലെ മണലെടുപ്പില്ലാതാകും, പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളുടെ മുഴുവൻ ജലക്ഷാമവും പരിഹരിക്കപ്പെടും. എന്നിട്ടും ആ കരാറിനെ കുറിച്ച് പറയാനോ ചതിക്കപ്പെട്ടതിനെ കുറിച്ച് പറയാനോ ആരും തയ്യാറല്ല. നിയമസഭാ സമിതിയുടെ കണ്ടെത്തലിൽ 40 TMC വെള്ളം ഭാരതപ്പുഴയിൽ നിന്നും 20 TMC വെള്ളം ചാലക്കുടി പുഴയിൽ നിന്നും തമിഴ്നാട് അപഹരിക്കുന്നു എന്ന വാക്ക് തന്നെയാണ് നിയമസഭാ സമിതി ഉപയോഗിച്ചത്. 40 TMC വെള്ളത്തിന്റെ 1 രൂപ ലിറ്ററിന് കണക്കാക്കിയാൽ അതിന്റെ മൂല്യം 40 + 20 60 TMC വെള്ളത്തിന്റെ മൂല്യം 1.25 ലക്ഷം കോടി രൂപയാണ്. ലിറ്ററിന് 1 രൂപ കണക്കാക്കിയാൽ മതി. കണക്കറിയുന്നവർ കൂട്ടി നോക്കിക്കോ. 1 TMC എന്ന് പറയുന്നത് 2831 കോടി ലിറ്ററാണെന്നാണ് എന്റെ ഓർമ്മ. 1 രൂപ വെച്ച് കണക്കാക്കിയാൽ ഒരു വർഷം കേരളം നഷ്ടപ്പെടുത്തുന്നത് 1.25 ലക്ഷം കോടി രൂപയുടെ വെള്ളമാണ്. ഈ കരാറുകളെ കുറിച്ച് സംസാരിക്കാൻ കേരളത്തിലെ ജനഗതി തയ്യാറാകുന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന കാലം കുപ്പിവെള്ളത്തിൻ്റെതല്ല, സിറിഞ്ച് വെള്ളത്തിൻ്റെതാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത്രയും വില വരും. അപ്പോൾ ജനാധിപത്യ ഇന്നിപ്പോ ഞങ്ങളൊരു സമരപഥത്ത് പങ്കെടുത്തു, ബ്രവറിക്കെതിരെയുള്ള സമരം. ഞാൻ അതിന്റെ ധാർമ്മികതയിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ആ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം പാലക്കാട് ജലാധിഷ്ഠിതമായി എത്ര വ്യവസായം വന്നാലും ഭാരതപ്പുഴയിൽ വെള്ളമുണ്ടായിരുന്നുവെങ്കിൽ എത്ര വ്യവസായം വേണമെങ്കിലും വരാം. പക്ഷെ ഭാരതപ്പുഴയിൽ ഒഴുകേണ്ട വെള്ളം വരാതെ ജലക്ഷാമത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ജനശ്രദ്ധ നമ്മൾ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട യഥാർത്ഥ ജനകീയ വിഷയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് പറഞ്ഞാൽ കൃഷ്ണൻകുട്ടിയേട്ടന് ഞാൻ വളരെ നല്ല ബന്ധമുള്ള ഒരാളാണ്. പക്ഷെ ചില കാര്യങ്ങളില് എനിക്ക് കൃഷ്ണൻകുട്ടിയേട്ടന്റെ നിലപാടുകള്, അതിനൊരു ചെറിയ ഉദാഹരണം, ഞാനൊരു വിവാദത്തിന് പറയുന്ന ഒരു സത്യം പറയുകയാണ്. കെ കൃഷ്ണൻകുട്ടി കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രിയാകുന്നതിന്റെ ഒരു 15-20 ദിവസം മുൻപ് പാലക്കാട് പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനം നടത്തി. അദ്ദേഹം പറഞ്ഞു, ജലക്രമീകരണ ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ 6 കോടിയുടെയോ 7 കോടിയുടെയോ മറ്റോ അഴിമതി നടത്തി എന്ന് അദ്ദേഹം പറഞ്ഞു.
അവിടുന്ന് 15 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജലവിഭവ വകുപ്പ് മന്ത്രിയുമായി. അവിടുന്ന് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഈ വിഷയം ഞാനൊരു സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുട്ടി അതൊക്കെ നമ്മൾ പറഞ്ഞ് രമ്യതയിലെത്തി. അപ്പൊ ഞാൻ തമാശക്കോടെ ചോദിച്ചു, രമ്യത എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പകുതി ആണോ? അപ്പൊ അദ്ദേഹം എന്റെ പുറത്ത് തട്ടി ഒന്ന് ചിരിച്ച് കടന്നുപോയി. അതിനേക്കാൾ ദുരന്തമുണ്ടായത് ജലവിഭവ വകുപ്പ് മന്ത്രിയായി അതേ കൃഷ്ണൻകുട്ടി ഇരിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ സ്ഥാനത്ത് നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥനെ കൂടുതൽ അധികാരമുള്ള ഒരു ബോർഡിന്റെ ചെയർമാനായിട്ട് നിയമിച്ചു. ഞാനിത് കൃഷ്ണൻകുട്ടിയേട്ടനോടുള്ള എതിർപ്പല്ല, പക്ഷെ അതിലുണ്ടായ ഒരു സംഭവം, ആ കാര്യത്തിൽ കൃഷ്ണൻകുട്ടി ചേട്ടന് പങ്കില്ല. കാരണം അന്തർ സംസ്ഥാന നദീജല വിഷയങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അതും കൂടി നമ്മൾ ഈ കൂടെ കൂട്ടി വായിക്കണം. എന്തുകൊണ്ട് പറമ്പിക്കുളം ആഴിയാർ കരാറ് ജലവിഭവ വകുപ്പ് മന്ത്രിമാർക്ക് ഇടപെടാൻ പറ്റുന്നില്ല? കാരണം എന്താ? അത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. നമ്മളൊരു വിവരാവകാശം എടുത്താൽ അതിന്റെ മറുപടി പോലും ആ വകുപ്പിൽ നിന്ന് കിട്ടില്ല. അത് അന്തർ സംസ്ഥാന വിഷയമായതുകൊണ്ട് അത് കോൺഫിഡൻഷ്യൽ ആണെന്നാണ് അവർ പറയാ. അപ്പോ പറമ്പിക്കുളം ആഴിയാർ കരാറിൽ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു രാഷ്ട്രീയ ആരോപണം നടത്തുകയല്ല. DMK-യുടെ പിന്തുണയോടുകൂടി CPM-നും CPI-ക്കും ദേശീയ പദവി നിലനിൽക്കാൻ 2-3 സീറ്റുകൾ കിട്ടുന്ന സ്ഥലമാണ് പറമ്പിക്കുളം ആഴിയാർ കരാറിന്റെ വെള്ളം ഉപയോഗിക്കുന്ന മേഖല. രണ്ടാമത്തെ കാര്യം, കാവേരി ട്രിബ്യൂണൽ വിധിയില് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞു, ഒരു നദീതടത്തിലെ വെള്ളം മറ്റൊരു നദീതടത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പറമ്പിക്കുളം ആഴിയാർ വെള്ളം ഈ ഭാരതപ്പുഴ നദീതടത്തിൽ നിന്ന് കിഴക്കോട്ട് കയറ്റി തിരുപ്പൂർക്കും സേലത്തേക്കും കൊണ്ടുപോകാൻ പാടില്ല. സ്റ്റാലിന്റെ സർക്കാർ തമിഴ്നാട് നിയമസഭയിൽ സേലം വരെ പറമ്പിക്കുളം ആഴിയാർ വെള്ളം എത്തിക്കുന്ന കലൈഞ്ചർ തണ്ണീർ തിട്ടം എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊജക്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കരാർ ലംഘനമാണത്. നിയമസഭാ സമിതി, ഞാൻ നേരത്തെ പറഞ്ഞ നിയമസഭാ സമിതി 29 കരാർ ലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒന്നിൽ പോലും പിന്നീട് വന്ന ഒരു സർക്കാരുകളും ഒരു നടപടിയും എടുത്തിട്ടില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, മുല്ലപ്പെരിയാർ സമരം അതിന്റെ ഉന്നതിയിലേക്ക് എത്തിയപ്പോൾ അന്ന് തമിഴ്നാട് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ജയലളിത പറഞ്ഞു, സമരമൊക്കെ കൂടുതൽ ശക്തി ആർജിച്ചാൽ ഞങ്ങളുടെ അവിടെ ഭൂമിയുള്ള ഞങ്ങളുടെ ആനുകൂല്യം പറ്റിയ നേതാക്കളുടെ പേരൊക്കെ ഞങ്ങൾക്ക് പുറത്തു പറയേണ്ടി വരും എന്ന് പറഞ്ഞോടുകൂടി മുല്ലപ്പെരിയാർ സമരം ഒന്നുമല്ലാതായി. നമ്മുടെ കരാറുകളിൽ സംഭവിക്കുന്നത് അതാണ്. ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ ദുരിതം അനുഭവിച്ചാലും അവരവർക്ക് കിട്ടാനുള്ളത് അവരവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങള്, ഒരു രാഷ്ട്രീയ പാർട്ടി അതിൽ വ്യത്യസ്തരല്ല. അതുകൊണ്ട് പറമ്പിക്കുളം ആഴിയാർ കരാറ് കേരളത്തോട് ചെയ്ത ചതിയാണ്. അത് മറ്റൊരു കൃത്യമായിട്ട് ഞാൻ വിവരിക്കാം. ഈ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ടില്ല. തിരുക്കൊച്ചി സംസ്ഥാനവും മദ്രാസ് പ്രസിഡൻസിയും തമ്മിലാണ് ചർച്ച. അന്ന് പാലക്കാടിന്റെ തന്നെ വള്ളുവനാടൻ പ്രദേശങ്ങളിൽ അങ്ങോട്ട് തുടങ്ങിയാൽ മലപ്പുറം, പൊന്നാനി ഒക്കെ ഏതിൽ പെടും? മദ്രാസ് പ്രസിഡൻസിയിൽ പെടും. അപ്പൊ ഭാരതപ്പുഴയുടെ കീഴ് നദീതട അവകാശം ആരുടെ കയ്യിലായിരുന്നു? മദ്രാസ് പ്രസിഡൻസിയുടെ കയ്യിൽ, തമിഴ്നാടിന്റെ കയ്യിലാ. സംസ്ഥാന വിഭജനം കഴിഞ്ഞ് ഈ പ്രദേശങ്ങളൊക്കെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ജലാവകാശം വീണ്ടെടുക്കാൻ അന്നത്തെ സർക്കാർ, EMS സർക്കാർ തയ്യാറായില്ല. എന്റെ കയ്യിൽ രേഖയില്ലെങ്കിലും EMS-ഉം ആ വിഷയത്തിൽ കേരളത്തെ ചതിച്ചു എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം എഴുതിയ ഒരു കത്തിനെ കുറിച്ച് പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. തെളിവ് എന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനത് അടിസ്ഥാനപരമായ അങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ 1957-ലെ EMS സർക്കാർ കേരളത്തിന് അവകാശപ്പെട്ട ജലാവകാശത്തെ വീണ്ടെടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായും പൊന്നാനിയുടെയും വള്ളുവനാടിന്റെയും ഒറ്റപ്പാലത്തിന്റെയും തിരുനാവായിയുടെയും മാമാങ്കം നടന്ന പ്രദേശങ്ങളുടെയും ഒക്കെ ജലാവകാശം നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ കിട്ടിയത് അന്ന് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ചിറ്റൂർ മേഖലയിലെ ആ കരാറിൽ കൃത്യമായി പറയുന്നുണ്ട്, ചിറ്റൂർ മേഖലയിലെ 6000 ഏക്കർ ഇരിപ്പൂ കൃഷിക്കുള്ള വെള്ളം എന്നാ പറയുന്നത്. അതിന് താഴെ ഒഴുകുന്ന മലപ്പുറം ജില്ലയിലെയോ തൃശൂർ ജില്ലയിലെയോ കീഴ് നദീതട അവകാശത്തെ കുറിച്ച് ഭാരതപ്പുഴയുടെ പറമ്പിക്കുളം ആഴിയാർ കരാറിൽ പറയുന്നില്ല. അപ്പോൾ ചതിക്കപ്പെട്ട ഒരു കരാറ്. അന്ന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി അടക്കമുള്ള സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ തമിഴന്മാരായിരുന്നു.
അവരുണ്ടാക്കിയ ഒരു കരാറിൽ അച്യുതമേനോൻ എന്തൊക്കെ അച്യുതമേനോനെ പോയിട്ട് പറഞ്ഞാലും കേരളത്തിന് ദോഷകരമായ ഒരു കരാറിൽ ഒപ്പുവെച്ച ആളാണ് അച്യുതമേനോൻ. പിന്നീട് ആ കരാർ പുതുക്കുന്നതിൽ വീഴ്ച വരുത്തി നായനാരും പിണറായി വിജയനും. ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല. ഇതിനിടയിൽ ഭരിച്ച കോൺഗ്രസുകാർക്ക് വേണമെങ്കിൽ പുതുക്കാമായിരുന്നു. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഞാൻ തുറന്ന പേര് പറയാം, അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവായ സമയത്ത് പറമ്പിക്കുളം ആര്യാട് വിഷയങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ ഉന്നയിച്ചപ്പോൾ ശ്രീരാമഭാരതിയുടെ മകൻ കൊച്ചുകൃഷ്ണൻ വക്കീലിനെ വിളിച്ച് അദ്ദേഹം പാലക്കാട് നിന്നും കാറെടുത്ത് വി.ഡി. സതീശന്റെ വീട്ടിൽ പോയി എല്ലാ രേഖകളും കൊടുത്തു. നിയമസഭയിൽ ഇന്ന് വരെ വി.ഡി. സതീശൻ പറമ്പിക്കുളം ആര്യാർ സംബന്ധമായ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. പാലക്കാടിന് വേണ്ടി കഴിയുന്ന ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടിയോ ഒന്നും പറമ്പിക്കുളം ആര്യാർ കരാറിന്റെ ചതികളെ കുറിച്ച് പറയുന്നില്ല. ഇതിനിടയിൽ സമര കോലാഹലങ്ങളൊന്നും ഉയരും എന്ന് മനസ്സിലായപ്പോൾ പിണറായി വിജയൻ ഉടനെ കരാർ പുതുക്കം ചർച്ച നടത്തുമെന്ന് പറഞ്ഞു. പിന്നെയും കൊല്ലം 2 കഴിഞ്ഞു. അപ്പോൾ പറമ്പിക്കുളം ആര്യാർ കരാറ് കേരളത്തോടുള്ള ചതിയാണ്, പാലക്കാടിനോടുള്ള ചതിയാണ്. ഇപ്പോഴും ഞാൻ ആരോപണം ഉന്നയിക്കുന്ന തെളിവ് വേണം. പക്ഷെ ഞാൻ പറയുന്നു, ഭാരതപ്പുഴയുടെ നവോത്ഥാനം പറയുന്ന സംഘടനകൾ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുകയാണ് ചെയ്യുന്നത്. ആ കരാർ നിലവിലില്ലെന്ന് നിയമസഭ പ്രഖ്യാപിക്കണം. പുതുക്കല്ല ഇപ്പൊ തമിഴ്നാടിന്റെ ആവശ്യമാണ്. നമ്മളൊരു കെട്ടിടം വാടകയ്ക്കെടുത്ത് കാലങ്ങളോളം വാടക കൊടുക്കാതിരുന്നാൽ ആ കരാർ പുതുക്കി കിട്ടുന്നത് ആരുടെ ആവശ്യമാണ്? വാടകയ്ക്ക് എടുത്ത ആളുടെ ആവശ്യമാണ്. അതാണ് ഈ കരാർ. ഇപ്പൊ തമിഴ്നാട് കരാർ പുതുക്കണം എന്നാ പറയുന്നത്. പക്ഷെ എന്നെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകര് ഞങ്ങൾ പറയുന്നു കരാർ പുതുക്കരുത്. അങ്ങനെ ഒരു കരാർ നിലവിലില്ല. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടക്കരുത്. കാവേരി ട്രിബ്യൂണൽ വിധി നടപ്പിലാക്കിയാൽ മതി. അപ്പോൾ ഇപ്പൊ ഉള്ളതിന്റെ 5 ഇരട്ടി വെള്ളം ഒഴുകും. കാവേരി ട്രിബ്യൂണൽ വിധിയിൽ പറയുന്നു കീഴ് നദീതട അവകാശം, അതായത് ഭാരതപ്പുഴ ഒഴുകുന്ന പൊന്നാനി വരെയുള്ളവർക്ക് അതിൽ അവകാശമുണ്ട്. ഇപ്പൊ ചിറ്റൂർ മാത്രമേ അവകാശമുള്ളൂ കരാറിൽ. 2 കാവേരി നദിക്ക് നൽകിയതുപോലെ 10% പുഴയുടെ അവകാശം. അങ്ങനെ വന്നാൽ 372 TMCയുടെ 10% 32 TMC. ഇപ്പൊ 7 TMC ഒഴുകുന്നത്. അപ്പൊ കരാർ പുതുക്കലല്ല, അങ്ങനെ ഒരു കരാർ ഇല്ല എന്ന് നിയമസഭ പ്രഖ്യാപിച്ചിട്ട് തമിഴ്നാടുമായി ധാരണയിലെത്തി പുതിയ കരാർ ഉണ്ടാക്കണം. പക്ഷെ അവരത് ഉണ്ടാക്കില്ല. ജനാധിപത്യത്തിൽ ഒരു കലാപം ഉണ്ടാകാതെ. പക്ഷെ ജനങ്ങൾ എന്താണ്, പാലക്കാടിന്റെ ചരിത്രത്തിൽ കലാപം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചൊരു കാലമുണ്ടായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ജില്ലാ കളക്ടർ കർഷകരോട് പറഞ്ഞു കൃഷി ചെയ്യേണ്ട, വെള്ളമുണ്ടാവില്ല. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള, ഏറ്റവും കൂടുതൽ നദികളുള്ള, ഈ കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വീതി കൂടിയ നദി ഭാരതപ്പുഴ. ഏറ്റവും വലിയ നദിയുള്ള പാലക്കാട്ടെ കർഷകരോട് പാലക്കാട്ടെ ജില്ലാ കളക്ടർ ഔപചാരികമായി ഉത്തരവിറക്കി നെല്ലറയുടെ നാട്ടിൽ കൃഷി ചെയ്യേണ്ട, വെള്ളമുണ്ടാവില്ല എന്ന്. അന്ന് ഒരു കലാപം ഉണ്ടാകേണ്ടിയിരുന്നു. അപ്പൊ മനസ്സിലായി ജനങ്ങൾ ഇനി പ്രതികരിക്കില്ല. ജനങ്ങൾക്ക് വേറെ വിഷയങ്ങൾ ഇങ്ങനെ വരും. അവർക്ക് CIA വിഷയമാകും, അവർക്ക് പൗരത്വം വിഷയമാകും, അവർക്ക് ഇപ്പോ CPM എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന് വേണ്ടിയിട്ടുള്ള പ്രകടനങ്ങൾ, ഇസ്രായേലിനെതിരെയാണ് കേരളത്തിലെ പ്രകടനങ്ങൾ. ജില്ലാ കൗൺസിൽ ഇലക്ഷൻ സമയത്തൊക്കെ എനിക്ക് ഇടതുപക്ഷ ഭ്രാന്ത് ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അതൊരു ഭ്രാന്തെന്നേ പറയാൻ പറ്റൂ. കമ്മ്യൂണിസ്റ്റ് ഒരു ഭ്രാന്തെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ചെറുപ്പം മുതലേ ഭ്രാന്ത് ബാധിച്ച ആളാണ്. അപ്പൊ ജില്ലാ കൗൺസിൽ ഇലക്ഷൻ ആയപ്പോ ഞാൻ പ്രസംഗിച്ച എന്താണെന്നറിയാം, ബുഷ് ചെയ്തത് ശരിയാണോ, സഖാമിനെ കൊന്നത് ശരിയാണോ, കൈയടിക്കുന്നു, വോട്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാ? കേരളത്തില് ജില്ലാ കൗൺസിൽ എന്ന് പറയുന്നത് തോടുണ്ടാക്കാനോ റോഡുണ്ടാക്കാനാ. പക്ഷെ ഞാൻ പോയി പ്രസംഗിച്ചത് എങ്ങനെയാ, കയ്യടി കിട്ടുന്നത് എങ്ങനെയാ? അമേരിക്കൻ പ്രസിഡന്റ് ബുഷ് ചെയ്തത് ശരിയാണോ, സദ്ദാം ഹുസൈൻ ചെയ്ത് അദ്ദേഹത്തെ രക്ഷിക്കണ്ടേ? ആൾക്കാർ കൈയടിച്ചു, ഗംഭീരായി. ഇങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തെ വ്യതിചലിപ്പിക്കുന്ന നെറികെട്ട രാഷ്ട്രീയക്കാരിൽ നിന്ന് എന്ന് കേരളം മുക്തമാകുന്നുവോ? ഇപ്പൊ നമ്മളെ മുമ്പിൽ തെരുവായ നടക്കുന്നുണ്ട്. പാമ്പിനെ നമുക്ക് തല്ലിക്കൊള്ളും നമ്മള്. ഈ തെരുവായ നമ്മുടെ മുമ്പിൽ ഇന്നേ ഇരിക്കുന്നതിന് മുമ്പിലൊക്കെ തെരുവുനായ നടക്കുക. ഇന്നലത്തെ ഒരൊറ്റ ദിവസം കേരളത്തിൽ 122 പേരെ തെരുവുനായ കടിച്ചേക്കണേ. സുപ്രീം കോടതി പറഞ്ഞിട്ട് തെരുവായനൊന്നും ചെയ്യരുത്. പന്നികൾ വന്ന്, ഞാനടക്കം കർഷകൻ കൃഷി നിർത്തിയാളാ. ലക്കിടിയിൽ കുറച്ച് കൃഷിയുണ്ട്, ഞാൻ ഇപ്പൊ ചെയ്യാറില്ല. കാരണം പന്നിയും മയിലും കൂടെ അവിടെ ഇങ്ങനെ വെളുപ്പാക്കി തരും. ഇതിനൊന്നും നമുക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ, ഇതിനൊന്നും ആരും കൂട്ടപ്രതിഷേധം നടത്തില്ല. പക്ഷെ ടെഹ്റാനിൽ ബോംബ് വീണാൽ
ഇസ്രായേലിൽ ബോംബ് വീണാൽ നമ്മൾ ഇതൊക്കെ, ഞാനിത് ഒരു രാഷ്ട്രീയത്തെ അല്ല പറയണേ. അപ്പൊ ജനങ്ങളുടെ അടിസ്ഥാന വിഷയം CPM, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും കോൺഗ്രസ് പ്രസ്ഥാനങ്ങളും കേരളത്തിന്റെ തെരുവുകളിൽ നിന്ന് മാപ്പ് പറയണം. ഞങ്ങൾ ഈ നദികളിലെ വെള്ളം വിറ്റുതൊലച്ചവരാണ് എന്ന്. അതാണ് പറമ്പിക്കുളം ആഴിയാർക്കാറിന്റെ കാര്യത്തിലാണെങ്കിലും ഏത് നദീജല കരാറിന്റെ കാര്യത്തിലും നമുക്ക് പറയാനുള്ളത്. പ്ലാച്ചിമടയിലെ കൊക്കക്കോള സമരത്തെ കുറിച്ച് പറയുമ്പോൾ സമരചരിത്രങ്ങളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ കഴിയും, 2001 ഡിസംബർ 10 പാലക്കാട് കോട്ട റോഡില് തൃപ്തി ഹാളിൽ ചേർന്ന PUCL-ന്റെ ജില്ലാ കമ്മിറ്റി യോഗമാണ് പ്ലാച്ചിമടയിൽ അനിശ്ചിതകാല സമരത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത്. ആ സമരത്തെക്കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ മുൻപിലുണ്ടായിരുന്ന വിഷയം പാലക്കാടിന്റെ കൃഷിയും കുടിവെള്ളവുമായിരുന്നു. യഥാർത്ഥത്തിലുള്ള ഒരു ജലസമരം എന്ന് പറയുമ്പോൾ പാലക്കാടിന്റെ കൃഷിയും കുടിവെള്ളവുമായിരുന്നു ഉണ്ടായിരുന്ന വിഷയം. പിന്നീട് സമരം, ഞാൻ അതിന് മറ്റു തലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കേരളത്തിൽ ഈ സമരങ്ങളൊക്കെ വിൽക്കുന്നവരുണ്ട്, വാങ്ങുന്നവരുണ്ട്. അത് മൊത്ത കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരും ഒക്കെ ഉണ്ട്. കേരളത്തിൽ അങ്ങനെ വാങ്ങാത്ത ഒരു സമരം അഭിമാനപൂർവ്വം ഞാൻ പറയും. കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം ഉണ്ടാക്കിയ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരു നിയമം ഒരു ജനകീയ സമരത്തിൽ നിന്നുണ്ടായിട്ടില്ല. ആ നിയമം ഉണ്ടാക്കിയ മുരിയാട് കർഷക സമരത്തിൽ 2 ആഴ്ച ഉപവസിച്ചവനാ ഞാൻ. ആ നിയമം നിയമസഭയിൽ പാസ്സാകുമ്പോൾ ഗാലറിയിലിരുന്ന് കൈയടിച്ചവരാ. എന്നാൽ നിയമം പാസ്സായിട്ട് ആ സമരം അവസാനിച്ചുള്ളൂ. ഒരു ഉത്തരേന്ത്യൻ ലോബിക്കും ആ സമരം വിറ്റിട്ടില്ല. ഞാൻ മറ്റേ പ്ലാച്ചിമടയെ വിറ്റു എന്നല്ല ഞാൻ പറഞ്ഞ. പ്ലാച്ചിമട സമരത്തിന്റെ ഭാവി എന്ന് പറയാൻ അവിടെ ഇപ്പോൾ സമരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള സ്വദേശി ജാഗരൺ മഞ്ച് കഴിഞ്ഞ 1 വർഷം മുൻപ് അവിടെ 25 ദിവസം സ്വദേശി സത്യാഗ്രഹം ഈ വിഷയത്തിന് വേണ്ടി നടത്തി. പക്ഷെ നഷ്ടപരിഹാരം കിട്ടാൻ അർഹതയുള്ളവരുടെ ഒരു 3% പോലും എവിടെയില്ല, ആ സമരവേദിയിലില്ല. അപ്പൊ ഞാൻ അവരൊക്കെ അന്വേഷിച്ചപ്പോ അത് കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തെ ചതി, ഇവിടെ പലരും പ്രസംഗങ്ങളിൽ പറയും കേന്ദ്രം ചതിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് VM സുധീരൻ അടക്കമുള്ളവർ ഉണ്ടാക്കിയ ഒത്തുതീർപ്പിന്റെ ഫലമായിട്ടാണ് ആദ്യത്തെ സമരം നിർത്തിയത്, നഷ്ടപരിഹാര സമരം. കോൺഗ്രസ് സർക്കാർ നിയമസഭ ഏകകണ്ഠമായി പാസാക്കി വിട്ട ബില്ല് ആര് അംഗീകരിച്ചില്ല? കോൺഗ്രസ് ഭരിക്കുമ്പോൾ പ്രസിഡന്റ് അംഗീകരിച്ചില്ല. BJP വന്നപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. BJPയുടെ നിയമമന്ത്രി പേഴ്സണലി പറഞ്ഞ ഒരു വാചകം ഞാനിതൊക്കെപ്പാടെ കൂടി പ്രധാനമന്ത്രിക്ക് കൊടുക്കും. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കൊക്കോളയുടെ ആൾക്കാരുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവരത് അങ്ങനെ തന്നെ റിജക്ട് ചെയ്ത് തിരിച്ചു വരും. ഇതാണ് ഇതിലുണ്ടാകുള്ളൂ എന്ന് BJPയുടെ നിയമമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൊക്കക്കോള എന്ന് പറയുന്ന ആഗോള ഭീകരനെതിരെ കേരളത്തിന്റെ നിയമസഭ ഒരു നിയമം പാസാക്കി. ഇടതുപക്ഷ സർക്കാർ പ്രകടന പത്രികയിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നാണ് എന്റെ ഓർമ്മ. എന്നിട്ട് സമരസമിതി ആർക്കെതിരെ സമരം ചെയ്യണം? ശരിക്കും കൊക്കോളയ്ക്കെതിരെയാണോ? അല്ല. കേന്ദ്ര സർക്കാരിനെതിരെയാണോ? അല്ല. സമരം സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ സംസ്ഥാന സർക്കാരിനെതിരെ ചെയ്യാൻ എന്ന് തയ്യാറാകുന്നു. പക്ഷെ അങ്ങനെ ഒരു സമരം ഇനി കേരളത്തിൽ ഉയരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ ഒരു 3-4 വർഷം മുൻപ് സമരം ഊർജ്ജതയിലെത്തിയപ്പോ അതിന്റെ ഒത്തുതീർപ്പിന് ചില ആൾക്കാർ മുഖ്യമന്ത്രിയെ കാണാൻ പോയി. ഞാൻ ഒരു തമാശ, എന്നെ ആരും വിരുദ്ധനായിട്ട് കാണണ്ട. മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോ അതിന്റെ മിനിറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല, മുഖ്യമന്ത്രി എന്റെ തോളിലൊക്കെ തട്ടി അപ്പൊ ഒരു പ്രശ്നം പരിഹരിക്കുന്ന ഒരു സമര നേതാവ് പറഞ്ഞ. അതായത് മുഖ്യമന്ത്രി ഒന്ന് തോളിൽ തട്ടിയാൽ നമ്മൾ സംതൃപ്തരായി. അതിന് മിനിറ്റ്സ് വേണ്ട, തീരുമാനം വേണ്ട, ഒന്നും വേണ്ട. ഇത് ഞാൻ ആരും കളിയാക്കാൻ പറഞ്ഞതല്ല. സമര നേതൃത്വത്തിന്റെ ശക്തിയെ സംബന്ധിച്ച് സമരത്തിൽ അതിന്റെ ഉപഭോക്താക്കൾ, പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനി പൂട്ടേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു. പക്ഷെ നഷ്ടപരിഹാരത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഉപഭോക്താക്കൾ രംഗത്ത് വരണം. ഇതുവരെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് ഔപചാരികമായൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ? ഇല്ലെന്നാണ് എന്റെ അറിവ്. കേരള സർക്കാർ തീരുമാനിച്ച ഒരു നിയമം പിന്നെ ഇതുവരെ ഗവർണർമാർക്കെതിരെയും കേന്ദ്രത്തിനെതിരെയും നിരന്തരമായി ഇവിടെ 2 പാർട്ടികൾ സമരത്തിലാണ്. ആരൊക്കെ? CPM സമരത്തില, കോൺഗ്രസ് സമരത്തില. BJP ആണെങ്കിൽ പിന്നെ മുഴുവൻ കുത്തക ഏറ്റെടുത്തിട്ടുണ്ട്. ഇവരാരെങ്കിലും പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ആ ബില്ല്
നിയമസഭയിൽ വീണ്ടും അവതരിപ്പിക്കണമെന്ന് ഇതുവരെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ അംഗങ്ങളോ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവര് രണ്ടു കൂട്ടരും അതിൽ ഒക്കുന്നു. BJPക്ക് ഇപ്പൊ പറയാം ഞങ്ങൾ അതിലെ പ്രതിനിധികളല്ലാന്ന്. പക്ഷെ രാജഗോപാൽ പ്രതിനിധി ആയിരുന്ന ഒരു സമയത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ബില്ല് അവതരിപ്പിക്കാമായിരുന്നു. ഏകകണ്ഠമായി പാസാക്കിയ ബില്ല് എന്റെ പരിമിതമായ ഭരണഘടനാ അറിവ് വെച്ച് നോക്കിയാൽ ഒരു പ്രാവശ്യം കൂടെ നിയമസഭ അത് പാസാക്കി വിട്ടാൽ അത് അംഗീകരിക്കപ്പെടും. അപ്പൊ ആരാണ് തെറ്റുകാരൻ? സംസ്ഥാന രാഷ്ട്രീയമാണ്, കക്ഷികളല്ല. ഇപ്പൊ കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമമുണ്ടായപ്പോൾ അന്ന് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ധീരനായ സഖാവ് എന്ന് ഞാൻ പറയും. അദ്ദേഹം എന്റെ സമരവേദിയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോ അദ്ദേഹം ആകെ ഒറ്റ ജനകീയ സമരത്തിലെ പോയിട്ടുള്ളൂ, ഒത്തുതീർപ്പിന് വേണ്ടി. അത് അതായത് എന്നെ തിരുവനന്തപുരത്തേക്ക് എന്നും കർഷകരും വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു വരാൻ കാശില്ല, അങ്ങേക്ക് ഇങ്ങോട്ട് വരാം. മുഖ്യമന്ത്രി പാർട്ടിയുടെ ശാസനയെ നിരാകരിച്ചുകൊണ്ട് മുരിയാട് സമരവേദിയിലേക്ക് 600 മീറ്റർ പാടവരമ്പിലൂടെ നടന്നു വന്നു. ഞാനതിരുന്ന് പറയാൻ അദ്ദേഹത്തിന്റെ ആ ഇച്ഛാശക്തി. അന്ന് അദ്ദേഹം വന്നപ്പോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രി വന്നില്ലേ, ഞങ്ങൾ സമരം തൽക്കാലം നിർത്തട്ടെ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ വിജയം കാണാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന. അതുകൊണ്ട് ഞാൻ ആ സമരം വീണ്ടും തുടർന്നു. കേരള നിയമസഭ ആ ബില്ല് പാസ്സാക്കി. ആ ബില്ല് പാസ്സായതെന്നൊരു ചരിത്രം കൂടി പറയാം. കേരള നിയമസഭയിലെ സമ്മേളനം പിരിയുന്നതിന്റെ അവസാന ദിവസം രാത്രിയാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്നോട് കോൺഗ്രസിന്റെ ചീഫ് വിപ്പായ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നെ നിയമസഭയിൽ അവിടെ വെച്ച് കണ്ടപ്പോ പറഞ്ഞു, വറീസേ ബില്ലൊക്കെ വളരെ നല്ല കാര്യമാണ്, സമരത്തെ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്, പക്ഷെ ഈ ബില്ലിനെ ഞങ്ങൾ ഇറങ്ങിപ്പോകും. ഞങ്ങൾ ഇറങ്ങിപ്പോയാലും ബില്ല് പാസ്സാവില്ല കേട്ടാ, കാരണം ട്രഷറി ബെഞ്ചുകളിൽ നിന്ന് ആൾക്കാരുടെ എണ്ണം കുറയും, അതുകൊണ്ട് ഈ ബില്ല് നീട്ടിവെക്കുന്നു പറഞ്ഞു. ഞാൻ അപ്പോ അന്ന് CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ചീഫ് വിപ്പായ ആനത്തലവട്ടം ആനന്ദൻ അദ്ദേഹത്തിന്റെ ചീഫ് വിപ്പിന്റെ ഓഫീസിൽ പോയി കണ്ടു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കൊണിച്ച ഭാഷയാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ട്രാപ്പ് ചെയ്ത് ചിലരൊക്കെ പറഞ്ഞ് പറ്റിച്ച് സമരവേദിയിൽ കൊണ്ടുപോയി ആളാകാൻ പറ്റി, പക്ഷെ നിയമസഭയിൽ അതുപോലെയുള്ള ടെക്നിക്കുകളൊന്നും നടക്കൂല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ പ്രകോപിതനായി. കാരണം ഇത് പാസ്സാവില്ല എന്ന് ഇടതുപക്ഷത്തിന്റെ ചീഫ് വിപ്പ് എന്ന് പറയുന്നത് പാസ്സാവില്ല എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അപ്പൊ തന്നെ മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രിയുടെ അന്നത്തെ PA പറഞ്ഞു 5 മിനിറ്റ് റെസ്റ്റിന് പോയിരിക്കുകയാണ്, ഇപ്പൊ തന്നെ പുറത്തേക്ക് വരും. നമ്മൾ 5 മിനിറ്റ് 1 മിനിറ്റ് പോലും കാത്തിരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ഇടിച്ചു കയറി അങ്ങ് പോകുന്ന പോലെ അദ്ദേഹത്തിന് എടുത്തപ്പോ അദ്ദേഹത്തെ ആ വിക്ഷേപം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ചോദിച്ചു. അപ്പൊ ഞാൻ അവതരിപ്പിച്ച അദ്ദേഹം പറഞ്ഞു, ചീഫ് വിപ്പ് അല്ല ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്, സർക്കാരാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, ബാക്കി ഗ്യാലറിയിൽ ഇരുന്ന് കാണുന്ന പറഞ്ഞു. ആ ഇടതുപക്ഷ സർക്കാരിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ ബില്ല് പാസ്സായത് വിപ്പ് നൽകിയിട്ടാണ്. രേഖയെ പരിശോധിക്കാം, ഞാൻ വെറുതെ ഒരു പൊങ്ങച്ചം പറയല്ല. കാരണം മുഖ്യമന്ത്രിയായ അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറിയായ പിണറായിയെ വിളിച്ചിട്ടുണ്ടാകണം, വിപ്പ് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാകണം. എല്ലാ അംഗങ്ങളും നിയമസഭയിൽ വന്നു. അങ്ങനെയാണ് കേരളത്തിലെ നെൽവയൽ സംരക്ഷണ നിയമം ഉണ്ടായത്. ഞാനിത് പറയാൻ ഉദ്ദേശിച്ച ഒരു മറ്റൊന്നാ, ഈ നിയമം ഉണ്ടാക്കിയപ്പോഴും പ്ലാച്ചിമട ട്രിബ്യൂണൽ ബില്ലിനെ രാഷ്ട്രപതിയുടെ ഒപ്പിന് അയക്കാൻ ശ്രമിച്ച ലോബി ഈ ബില്ലിനെയും രാഷ്ട്രപതിയുടെ ഒപ്പിന് അയക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം തുടക്കത്തിലെടുത്തു. അതിന് നമ്മൾ എന്ത് ചെയ്തു? തുടക്കത്തിൽ തന്നെ മുളയിലെ നുള്ളി. കാരണം അതിന്റെ ആവശ്യമില്ല. ഇത് കേരളത്തിന്റെ നിയമസഭയുടെ പരമാധികാരമാണ്. ഈ പ്ലാച്ചിമട ട്രിബ്യൂണൽ ബില്ല് കേന്ദ്രത്തിലേക്ക് അയച്ചതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് ഞാൻ അന്ന് മുതൽ ഞാൻ വിശ്വസിക്കുന്നവനാ. എന്തായാലും അതിന് മറ്റു തലങ്ങളിലേക്ക് പോകുന്നില്ല. പ്ലാച്ചിമടയിൽ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കേണ്ടത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും എല്ലാ സാമൂഹ്യ പ്രവർത്തകരുടെയും എല്ലാ ജനകീയ പ്രവർത്തകരുടെയും ആവശ്യമാണ്. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഇനി അത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ ഈ നെൽവയൽ സംരക്ഷണ നിയമം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേ ഒരു ജനകീയ സമരത്തിന്റെ മുൻനിരയിൽ നിന്ന് ആവുന്ന രൂപത്തിൽ നെഞ്ചും വിരിച്ചാണ് ആദ്യമൊക്കെ നടന്നിരുന്നത്. പക്ഷെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ കിട്ടുമ്പോൾ ഞാൻ തലയിൽ തോർത്തിട്ട് നടക്കാൻ തുടങ്ങി. അതിൽ ആദ്യത്തെ അനുഭവം പറയാം. എറണാകുളത്ത് അന്ന് STD ബൂത്തുകളുള്ള സമയമാണ്. ഒരു STD ബൂത്തിൽ ഞാൻ കയറി ഒരു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു റിയൽ എസ്റ്റേറ്റ് ഓഫീസും കൂടിയാണ്. ആ ഓഫീസിൽ ഇരുന്നൊരു സംഭാഷണം കേൾക്കുക. എന്താണെന്നറിയോ? ആ തൃശ്ശൂരിൽ താടി വെച്ചൊരു തെണ്ടിയുണ്ട്.
അവന്റെ ഒരു നിയമമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഇപ്പൊ 10 ഭൂമി വെക്കാൻ പറ്റാത്തൊരവസ്ഥ. അതിനൊക്കെ കണ്ടെങ്കിൽ കൊട്ടേഷൻ കൊടുക്കണമെന്ന്. ഇവർ ഈ പത്രത്തിൽ കണ്ട പടം എന്റെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ കരയിൽ മുണ്ടിട്ട് പോകാൻ എനിക്ക് പേടിയായി. കാരണം അവരവിട്ട് റിയൽ എസ്റ്റേറ്റിൽ ഓടിയാ. അപ്പൊ ഞാൻ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്നില്ല. കാരണം ജനങ്ങൾക്ക് ആരെ വ്യഭിചരിക്കാൻ കൊടുത്താലും പണം ഉണ്ടാക്കാനുള്ള ജനതയുടെ സ്വഭാവമാണ്. മുരിയാട് 1.5 ലക്ഷം 2 ലക്ഷമായിരുന്ന ഒരു സെന്റ് പാടത്തിന്റെ വില ഇപ്പൊ വില 1500 രൂപയാ. കാരണം മുരിയാട് ജനനത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ മണലുണ്ടാക്കാൻ പറ്റിയിരുന്നു. അങ്ങനെ ഒരു ജനസമൂഹം ഉള്ളിടത്ത് ഇതേ പിണറായി വിജയൻ സർക്കാരിന് ജനം രണ്ടാമത് വോട്ട് ചെയ്യുന്നില്ലേ? ഞങ്ങൾക്ക് ലഭ്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നിയമമുണ്ടായി കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ ഏകദേശം 30,000 ഹെക്ടർ കൃഷിയിടം നികത്തപ്പെട്ടിട്ടുണ്ട്. ആരാ ഉത്തരവാദി? തദ്ദേശീയരായ ജനങ്ങൾ. പക്ഷെ അവരുടെ ചിന്തയിൽ തെഹ്റാനിൽ വീഴുന്ന ബോംബും പൗരത്വവും CAA-യും മോദിയുടെ വർഗീയതയും പിണറായി വിജയന്റെ മാസപ്പടിയും ഒക്കെ നിറച്ച് നമ്മള് ചുറ്റിലും കാണുന്ന കൺമുൻപിലുള്ള കാഴ്ചകൾ മറയ്ക്കപ്പെടുന്നു. അപ്പോ നിയമം ലംഘിക്കപ്പെട്ടില്ലേ, നിയമത്തിൽ തിരുത്തു വന്നില്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാനടക്കം പോയി നേതൃത്വം നൽകിയതാണ് ആറന്മുളയിലെ വിമാനത്താവള വിരുദ്ധ സമരം. അവിടെ ഇപ്പൊ IT സിറ്റി എന്ന് പറഞ്ഞ് സംസാരിക്കാൻ വീണ്ടും ആളുകൾക്ക് ധൈര്യം വരുന്നു. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ കേരള ജനത ഒരു സർവനാശത്തിലേക്ക് സഞ്ചരിക്കുന്നു. പ്രകൃതിപരമായിട്ടും സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും ആ ജനതയുടെ മുമ്പിൽ എല്ലാ നിയമങ്ങളും ലംഘിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.